ഹോമം ചെയ്യുന്നത് നിർവിഘ്നതയ്ക്ക് വേണ്ടിയാണ്. കാലം നമ്മൾക്ക് അനുകൂലമായി തീരണം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഗണപതി ഹോമം ചെയ്യുന്നത്. നാളികേരത്തിൻ്റെ കൂട്ട് ഹോമിക്കുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഭഗവാനെ ഉണ്ടാക്കി തരണം. ഏതെങ്കിലും പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ടെങ്കിൽ അതൊന്നും നമ്മളിലേക്ക് എത്തരുത്. അതുകൊണ്ട് തീർന്നു പോകണം. അതെങ്ങനെ തീർന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട. ഞങ്ങൾ നടത്തും നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള നെയ്യ് അത് ഹോമിക്കുമ്പോഴേ ധനധാന്യം സമൃദ്ധിയില്ലേ. ഞങ്ങൾക്ക് ധനവും ധാന്യവും സമൃദ്ധമായിട്ടുണ്ടാവണം. ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗണേശോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ധനം എന്ന് പറയുന്നത് നാളെ അല്ലെങ്കിൽ വർഷാവർഷങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഈ ജനപങ്കാളിത്തം കൂടണം. അതാണ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ധനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുത്രസമ്പത്ത് എന്ന് പറയും. പുത്രസമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുക എന്ന്. കുട്ടികളുണ്ടാവുക എന്ന് പറഞ്ഞാൽ വംശം വർദ്ധിക്കുക. ഒരർത്ഥത്തിലും ഈ ഒരു യജ്ഞം, ഈ ഒരു ഉത്സവം വരും തലമുറകൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നടത്തണം. അതുകൊണ്ട് ഈ സമൂഹത്തിന് ഗുണവും ഉണ്ടാവണം. നമുക്ക് എല്ലാ അർത്ഥത്തിലും ഈ ഭൂമി ഫലഭൂയിഷ്ഠമാവണം. ഭൂമിയിൽ ആര് കൃഷി ചെയ്താലും ആ കൃഷിയിൽ നിന്ന് ആദായം കിട്ടിയാൽ മാത്രമേ എല്ലാവർക്കും കഴിക്കാൻ പറ്റൂ. നമുക്കാർക്കും ധനം കഴിക്കാൻ പറ്റില്ല. ഭൂമിയോ അറിവോ കുട്ടികളോ ഒക്കെ നമുക്ക് ധനമാണ്. പുത്രസമ്പത്ത് എന്ന് പറയും, ഭൂസ്വത്ത് എന്ന് പറയും, അതുപോലെ തന്നെ വിദ്യാധനം എന്ന് പറയും. അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ധാന്യമാണ്. അപ്പോൾ ആര് കൃഷി ചെയ്താലും അതിൽ നിന്ന് ധാന്യം കിട്ടണം. പക്ഷേ വില കൊടുത്താലും നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ കൃഷി ചെയ്യുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ രീതിയിൽ ഭൂമി ഫലഭൂയിഷ്ഠമാവണമെന്ന് പ്രാർത്ഥിക്കുക. സങ്കല്പം ചെയ്തുതരാം. ആ സങ്കല്പം ഏറ്റുചൊല്ലിയതിന് ശേഷം ഗണപതിയെ നമ്മളൊരു 10 മിനിറ്റ് ഒരാൾ തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാം. സങ്കല്പാദ്യം പറയാം, അതെല്ലാം കേൾക്കുക. ഓം സ്വസ്തി ശ്രീമൽ ഭഗവതോ വിഷ്ണോ ആജ്ഞയാ പ്രവർത്തമാനസ്യ ആദ്യ ബ്രഹ്മണേ ദ്വിതീയ പരാർത്ഥേ ശ്വേത വരാഹ കൽപ്പേ വൈവസ്വതേ മന്വന്തരേ അഷ്ടാവിംശതി തമേ കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോ ദക്ഷിണ പാർശ്വേ ശാരീവാഹന ശകേ ബൗദ്ധ അവതാരേ പരശുരാമ ക്ഷേത്രേ ലക്ഷ്മീപുരേശ ഗ്രാമേ അസ്മിൻ ദേശേ ശുഭേ ശുഭദിനേ വയം അസ്മാകം സകുടുംബാനാം ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി അർത്ഥം വിശേഷതയാ ശ്രീ വിഘ്നേശ്വര പ്രീതി അർത്ഥം ആചാര്യമുഖേന വിഘ്നേശ്വര ഭവനം കാരയിഷ്യാമഹേ.